ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജോലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വരുമാന മാർഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, ജോലി മേഖലയിൽ ഉയർച്ച ലഭിക്കാൻ, ജോലി ചെയ്യുമ്പോൾ ഉള്ള വേദനകളും വിഷമങ്ങളും മാറി, ദുഃഖം മാറി, ആരോഗ്യത്തോടെ ജോലി ചെയ്യുന്നതിന്, മനസ്സും ശരീരവും സുഖം പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ മാറാൻ, ജോലിയിൽ ഉയർച്ച കിട്ടാൻ, ചെയ്യുന്ന ജോലിക്ക് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ചെയ്തിട്ട് അനേക നാളായി ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയിൽ ഡിമോട്ട് ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ സമർപ്പിക്കാം. ജോലി നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കാം. ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കാം. ജോലിയിൽ യാതൊരു താല്പര്യവുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി വേദനയിലും പരിഹാസങ്ങളൊക്കെ കേട്ട് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ പോകുന്നു. നമ്മുടെ ജോലിയിൽ കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകാൻ പോകുന്നു. വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം നമ്മുടെ ജോലി മേഖലയെ, കൂടെ ജോലി ചെയ്യുന്നവരെ, അധികാരികളെ, കീഴ് ജോലിക്കാരെ, മേലധികാരികളെ എല്ലാം നമുക്ക് പ്രത്യേകം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ, അതിലുള്ള ഓഫീസുകളെ, ക്യാബിൻസ് എല്ലാം പ്രാർത്ഥിക്കാം. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ മുറികളെയും സമർപ്പിക്കാം. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏത് മേഖലയാണോ അതെല്ലാം കർത്താവിന് വിട്ടുകൊടുത്ത് സമർപ്പിക്കാം. അവിടെ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. അധികാരികളോട് പ്രത്യേകമായി, സഹപ്രവർത്തകരോട്, മേലധികാരികളോട്, നമുക്ക് ശമ്പളം പിടിച്ചു വച്ചിരിക്കുന്നവരോട്, നമ്മെ അപമാനിക്കുന്നവരോട്, നമ്മെ പരിഹസിക്കുന്നവരോട്, നമ്മെ എങ്ങനെയെങ്കിലും ജോലിയിൽ നിന്ന് പുറത്തുവിടണം എന്നാഗ്രഹിക്കുന്നവരോട് എല്ലാവരോടും ഇന്ന് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക. മനസ്സ് സന്തോഷമാക്കി വെക്കുക. നാം ചെയ്യുന്ന ജോലി മനുഷ്യർക്ക് വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന എന്ന പോലെ മനസ്സ് സന്തോഷമാക്കി വെക്കുക. ആരോഗ്യവും ആയുസ്സും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ജോലിയിൽ സന്തോഷം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, ജോലിയിലുള്ള എല്ലാ രക്ഷിതാവസ്ഥയും സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതി അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തീർച്ചയായും ഇടപെട്ടിരിക്കും. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം. ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് ചിലത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക ഇടമുണ്ട്. ദൈവം മാനിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവസ്രോതസ്സായിട്ടെടുക്കുക. ഈ പ്രാർത്ഥന മാറ്റിവെക്കരുത്. ഈ പ്രാർത്ഥന അഥവാ 5 മണിക്കും രാത്രി 7 മണിക്കും പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇത് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ഒരു ദിവസവും മുടക്കരുത്. കർത്താവ് നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെ 5 മണിക്കും രാത്രി 7 മണിക്കുമുള്ള പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പൂർണ്ണതയിൽ നിങ്ങൾക്ക് സകലതും ലഭിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായതാണ്. അതിനാൽ ഈ പ്രാർത്ഥന മതി നിങ്ങൾക്കൊരു ദിവസത്തെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ മുടക്കരുത്. എപ്പോഴും കാണുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അത് കേൾക്കുക. ഫോൺ ഓണാക്കിയിട്ട് അത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അന്നന്ന് ആവശ്യമായ അനുഗ്രഹങ്ങളെ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നൽകിയിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.
എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. ഫിലിപ്പിയരെ, സുവിശേഷ പ്രചാരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ തെസ്സലോനിക്കായിൽ ആയിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് 1-2 പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കരുത്. പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു. എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു. കാരണം എപ്പഫ്രോദിത്തോസിൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജോലിയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാന മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കരം തൊട്ട് അവരുടെ ജോലിയെയും വരുമാന മേഖലയെയും അവരുടെ ബിസിനസ്സിനെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ മാറിപ്പോകട്ടെ. ജോലി ചെയ്യുമ്പോഴുള്ള കൈകാൽ വേദനകൾ മാറിപ്പോകട്ടെ. മനസ്സ് സന്തോഷമാക്കി വെക്കാൻ കർത്താവേ, നീ അവരുടെ ഹൃദയത്തിൽ ദൈവിക ആനന്ദവും സന്തോഷവും സമാധാനവും നൽകി എപ്പോഴും ജോലി ചെയ്യുമ്പോൾ പ്രസന്നവതരായി കാണപ്പെടാൻ, ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നവരായി കാണപ്പെടാൻ, തീക്ഷ്ണതയോടെ ജോലി ചെയ്യുന്നവരായി കാണപ്പെടാൻ നീ ഇടവരുത്തണമേ. ഈ മക്കളുടെ അധികാരികൾ ഇവരെ കാണുമ്പോൾ കർത്താവെ, നിന്നെ ആ അധികാരികൾ ഇവരെ പ്രതി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം നീ ഈ മക്കളുടെ തേജസ് വർദ്ധിപ്പിച്ചു കൊടുത്ത് ആരോഗ്യം നൽകി അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, കൂടുതൽ ഉയർച്ചയിലേക്ക് ആ സ്ഥാപനത്തെ നയിക്കുന്ന തരത്തിൽ ജോലി ചെയ്യാൻ ഈ മക്കളുടെ ജോലിയെ നീ അനുഗ്രഹിക്കുകയും ഇവരിലൂടെ നീ ആ ജോലി ഏറ്റെടുത്ത് ചെയ്ത് തീർക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കയ്യൊപ്പ് എപ്പോഴും ഇവരോട് കൂടി ഉണ്ടാകണമേ. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇവരുടെ ജോലിയെ ആരും കുറ്റം പറയാത്ത തക്കവണ്ണം നിൻ്റെ അനുഗ്രഹം ഇവരോട് കൂടെയുണ്ടായി ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ ഉദ്യമങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ നിൻ്റെ സഹായം നൽകി എങ്ങനെ മനുഷ്യൻ എത്രയും നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും എന്ന് അധികാരികൾ അത്ഭുതപ്പെടുത്തക്കവണ്ണം ഈ മക്കളെ നിൻ്റെ വിജയം നൽകി, നിൻ്റെ വിജ്ഞാനവും കൃപയും നൽകി, ജോലിയിൽ ശ്രേഷ്ഠത നൽകി, നൈപുണ്യം നൽകി കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവർക്ക് അർഹമായ ശമ്പളം ഒന്നുപോലും നഷ്ടപ്പെടാതെ കൃത്യമായി കൊടുത്തു തീർക്കാൻ നീ അധികാരികളോട് നീ തന്നെ ഇടപെടണമേ. അവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. ഇവർക്കൊരു തരത്തിലും ശമ്പളം കുറയുവാനോ ശമ്പളം തടഞ്ഞു വെക്കുവാനോ അനുവദിക്കരുതേ. കർത്താവേ, ഇവരുടെ പ്രതിഫലം നീ ഇവർക്ക് നൽകണം. തടസ്സപ്പെട്ട് കിടക്കുന്ന ശമ്പളത്തെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കളയണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ജോലി മേഖലയിൽ സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. കൂടെ ജോലി ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്ന സ്ഥലത്തെ, സ്ഥാപനത്തെ, അതിൽ ഓരോ ക്യാബിനെയും നീ അനുഗ്രഹിക്കണമേ. അതിലെ ഓരോ മെഷീൻസിനെയും നീ ആശീർവദിക്കണമേ. ഈശോയെ, നിൻ്റെ തിരുരക്തമൊഴുക്കി ആ സ്ഥാപനത്തെ നീ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അതിൻ്റെ അധികാരികളെ നീ അനുഗ്രഹിക്കണമേ. കീഴ് ജോലിക്കാരെ നീ അനുഗ്രഹിക്കണമേ. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും മറ്റ് സ്ഥാപനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ മക്കൾ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ആ സ്ഥാപനം തന്നെ ഉയർച്ച ഉണ്ടാകണം. അതുപോലെ നീ അവരോട് കൂടെ പ്രവർത്തിക്കണമേ. പൂർവ്വവസേപ്പിൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നത് കൊണ്ട് പൂർവ്വവസേപ്പ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുകയും ആ നാട് മുഴുവൻ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. എന്തെന്നാൽ നിൻ്റെ സാന്നിധ്യം
അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്നതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിച്ച് എന്നെ കേൾക്കുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും മുടങ്ങാതെ കേൾക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ചെയ്യണമേ. ജോലി സംബന്ധമായ ഇവരുടെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. നഷ്ടപ്പെട്ടു പോയ ജോലിയേക്കാൾ ഉന്നതമായ അധികാരമുള്ള ജോലി ഇവർക്ക് തിരികെ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ജോലിയിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ജോലി ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സ് ഏകാഗ്രതമാക്കി നിന്നിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് ജോലിയിൽ പൂർവാധികം ശ്രദ്ധയോടെ തെറ്റുപറ്റാതെ ചെയ്യുന്നതിന് കൃപ കൊടുക്കണമേ. കർത്താവേ, നിൻ്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കണമേ. ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ശരീരത്തെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ഓർമ്മകളെയും ചിന്തകളെയും നീ സുഖപ്പെടുത്തി ഇന്ന് ആരോഗ്യവും സമാധാനവും പ്രദാനം ചെയ്ത് ഇവരുടെ ജോലിയെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ ബിസിനസ്സിനെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഒരു വലിയ ഉയർച്ച ഇവരുടെ വരുമാന മാർഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. ജോലി മേഖലയെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. ആരോഗ്യം നൽകി, ജോലി ചെയ്യാനുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹം അവരുടെ മേലുണ്ടാകണമേ. കർത്താവേ, അവിടെ ജോലിയില്ലാതെ, വിസയില്ലാതെ, പാസ്പോർട്ടില്ലാതെ, വേദനയിലും വിഷമത്തിലും ആരോടും ഒന്നും പറയാൻ കഴിയാതെ, പണം പോലും കയ്യിലില്ലാതെ വേദനിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, യുദ്ധക്കെടുതിയാലും മറ്റു കാരണങ്ങളാൽ, പല കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ടു പോയി നാട്ടിലേക്ക് വരാൻ പോലും സാധിക്കാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് നീ അവരുടെ മേൽ കനിവ് തോന്നി അവരുടെ ജീവിത മാർഗത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി ഒരു വലിയ അനുഗ്രഹം, വലിയ അത്ഭുതം നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ നിന്നോട് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ മാറ്റി വരുമാന മേഖലയിൽ ഉയർച്ച നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും ഞങ്ങൾ നൽകുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ ഓരോന്നും നീ ഏറ്റെടുത്ത് അവർക്കിന്ന് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. എല്ലാവരും ഈ പ്രാർത്ഥനയിലൂടെ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയാക്കട്ടെ. കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ജോലി മേഖലയിൽ, ബിസിനസ് രംഗത്ത്, വരുമാന മാർഗങ്ങളിൽ ഉണ്ടാകണമേ. അതിനുവേണ്ടി മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ വരുമാനത്തിൽ ഉയർച്ചയുണ്ടാകണമേ, തടസ്സങ്ങൾ മാറ്റി ഉയർച്ചയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജോലിയിൽ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി, നിങ്ങളുടെ വരുമാന മേഖലയിൽ ഉയർച്ച നൽകി, സമൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. നിങ്ങളുടെ ജോലിയിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നിടം വരെ, നിങ്ങളുടെ വരുമാനത്തിൽ വ്യക്തമായ ഉയർച്ച ഉണ്ടാകുന്നിടം വരെ ഈ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ജോലിയിൽ വേദനിക്കുന്നവർക്ക്, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക്, വരുമാനമാർഗം നഷ്ടപ്പെട്ടവർക്ക്, ബിസിനസ് നിലച്ചു പോയവർക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ദൈവാനുഗ്രഹം നിങ്ങൾക്കും അധികമായി അവിടുന്ന് നൽകിയിരിക്കും. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.